ഉല്ലാസവും ചിരിയും സൗഹൃദവും ശാന്തതയും പോലെയുള്ള അവസ്ഥകൾ ഉളവാക്കാൻ ഡെൽഗാഡോയ്ക്ക് റിമോട്ടുകളുടെ സഹായത്തോടെ കഴിഞ്ഞു. അതിനാൽ തന്നെ മനോരോഗികളിൽ സന്തോഷമുണ്ടാക്കാനായി ഡെൽഗാഡോ തന്റെ സ്റ്റിമോസീവർ ഉപയോഗിച്ചു പോന്നിരുന്നു. വിഷാദവും മറ്റു മനോരോഗവുമുള്ള തന്റെ രോഗികളുടെ തലച്ചോറിൽ വികാരങ്ങൾ ഉളവാകുന്ന ഭാഗത്ത് ഡെൽഗാഡോ സ്റ്റിമോസീവർ ഘടിപ്പിക്കുകയും തുടർന്ന് റിമോട്ടിൽ ബട്ടൺ അമർത്തുന്നത് വഴി ഡെൽഗാഡോ അവരെ സന്തോഷത്തിലേക്ക് കൊണ്ടുവരികയുമാണ് ചെയ്തത്. കടുത്ത ശാരീരിക വേദനകൾ അനുഭവിച്ചിരുന്ന തന്റെ രോഗികൾക്ക് തങ്ങളുടെ വേദനകൾ അറിയാൻ കഴിയാത്ത വിധത്തിലുള്ള തീവ്രതയിൽ സന്തോഷം നൽകാൻ സ്റ്റിമോസീവറിന്റെ സഹായത്തോടെ ഡെൽഗാഡോയ്ക്ക് കഴിഞ്ഞിരുന്നു. മനുഷ്യന്റെ സന്തോഷത്തിന് കാരണമാകുന്ന തലച്ചോറിലെ ന്യൂറോണുകളെ വൈദ്യുതി ഉത്തേജനത്തിലൂടെ ഉണർത്തുന്നത് വഴിയാണ് ഇത് സാധ്യമാകുന്നത്. തലച്ചോറിൽ സ്റ്റിമോസീവർ ഘടിപ്പിച്ചുള്ള ചികിത്സയിലൂടെ രോഗലക്ഷണം കുറയുന്ന ഡെൽഗാഡോയുടെ രോഗികൾക്ക് ആശുപത്രി വിടാം. ആവശ്യമെങ്കിൽ ഇടയ്ക്ക് ഉത്തേജനത്തിനായും സ്റ്റിമോസീവറിന്റെ പരിശോധനയ്ക്കായും മറ്റും വന്നാൽ മതിയാകും. എന്നാൽ സ്റ്റിമോസീവർ ഘടിപ്പിച്ച ചിലർ ആശുപത്രി വിടുമ്പോൾ താൻ അവർക്ക് റിമോട്ടുകൾ കൊടുത്തുവിടാറുണ്ടായിരുന്നു എന്നും അതിനാൽ തന്നെ ഉത്തേജനം ആവശ്യമെന്ന് തോന്നിയാൽ അവർക്ക് സ്വയം സ്വിച്ചുകൾ നിയന്ത്രിച്ചുകൊണ്ട് സന്തോഷം അനുഭവിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നു എന്നുമൊക്കെ ഡെൽഗാഡോ പറഞ്ഞിരുന്നു. ഈ ലോകത്ത് ആകപ്പാടെ ഒരു ജീവിതമേ ഉള്ളൂ. ഉള്ള ജീവിതം എന്ത് ചെയ്തിട്ടാണെങ്കിലും ഹാപ്പിയായി ജീവിക്കണമെന്ന ആശയം കൊണ്ട് നടക്കുന്നവരും തങ്ങൾ അനുഭവിക്കുന്ന തീവ്ര ദുഃഖത്തിൽ നിന്ന് കരകയറി സന്തോഷത്തിലേക്ക് എത്താൻ ഒരു സ്വിച്ച് അമർത്തിയാൽ മതി എന്നുമൊക്കെ അറിയുന്നവർ ഒരുപക്ഷെ ഈ ഹാപ്പിനെസ് സ്വിച്ച് തേടി പോയേക്കാം. എന്നാൽ സ്റ്റിമോസീവർ പോലെയുള്ള ഉപകരണങ്ങൾ ഘടിപ്പിക്കുന്നവർ കൊടുക്കേണ്ട വില വളരെ വലുതാണ്. വിലയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് പണമല്ല എന്ന് വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും. തന്റെ പരീക്ഷണങ്ങളിൽ സ്റ്റിമോസീവർ മസ്തിഷ്കത്തിൽ ഘടിപ്പിച്ച ഒരു വ്യക്തിയോട് കൈപ്പത്തി തുറന്ന് വിരലുകൾ നീട്ടിവയ്ക്കാൻ ശ്രമിക്കണമെന്ന് ഡെൽഗാഡോ ആവശ്യപ്പെട്ടു. എന്നാൽ തന്റെ ഇച്ഛ കൊണ്ട് കൈപ്പത്തി തുറന്ന് വിരലുകൾ നീട്ടിപ്പിടിക്കാൻ അയാൾ ശ്രമിച്ചപ്പോൾ തന്റെ വിരലുകൾ ചുരുണ്ട് കൈ അടഞ്ഞു പോകുന്ന ഒരു അനുഭവമാണ് അയാൾക്കുണ്ടായത്. തന്റെ ഇച്ഛയ്ക്കൊത്ത് വിരലുകൾ നീട്ടിപ്പിടിക്കാൻ കഴിയാഞ്ഞതിന്റെ പരിഭവത്തിൽ അയാൾ ഡെൽഗാഡോയോട് "ഡോക്ടർ, നിങ്ങളുടെ വൈദ്യുതി എന്റെ ഇച്ഛയേക്കാൾ ശക്തമാണെന്ന് ഞാൻ ഊഹിക്കുന്നു" എന്ന് പറഞ്ഞു. അയാൾ തന്റെ വിരലുകൾ നീട്ടിപ്പിടിക്കാൻ ഇച്ഛിച്ചപ്പോൾ അയാളുടെ തലച്ചോറിൽ മോട്ടോർ കോർട്ടക്സിന്റെ ഭാഗത്ത് വിരലുകൾ നീട്ടി നിർത്താൻ പാകത്തിന് വൈദ്യുതി ഉണ്ടായി എങ്കിലും ആ വൈദ്യുതിയേക്കാൾ തീവ്രതയിലുള്ള വൈദ്യുതി വിരലുകൾ ചുരുട്ടാനായി അയാളുടെ മോട്ടോർ കോർട്ടക്സിന്റെ ഭാഗത്ത് ഡെൽഗാഡോ കൃത്രിമമായി നൽകിയതിനാലാണ് അയാൾക്ക് അയാളുടെ ഇച്ഛ കൊണ്ട് വിരലുകൾ നീട്ടിപ്പിടിക്കാൻ കഴിയാതിരുന്നത്. സ്വതന്ത്ര ഇച്ഛ തലച്ചോറിൽ ഉണ്ടാക്കുന്ന വൈദ്യുതിയേക്കാൾ തീവ്രതയിലുള്ള വൈദ്യുതി കൃത്രിമമായി നൽകാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ മസ്തിഷ്കത്തിന്റെ നേരിട്ടുള്ള കൃത്രിമത്വത്തിനെതിരെ വ്യക്തി പ്രതിരോധമില്ലാത്തവനാണെന്ന് ഡെൽഗാഡോ